നീലഗിരി ഗൂഡല്ലൂരിൽ കാട്ടാനാക്രമണത്തിൽ മലയാളിക്ക് ദാരുണാന്ത്യം. ദേവർശാലയിൽ താമസിക്കുന്ന 65 വയസ്സുള്ള ആറു എന്നയാൾക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. കൂലിപ്പണി കഴിഞ്ഞ് മടങ്ങുമ്പോൾ ആനയുടെ മുന്നിൽപ്പെടുകയായിരുന്നു. രാത്രി 9 മണിക്ക് ശേഷമാണ് മരണം സംഭവിച്ചത്. മുഹമ്മദ് റഹീസ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. റഹീസ്, എന്താണ് സംഭവിച്ചത്? ഈ മൃതദേഹം മാറ്റാൻ അനുവദിക്കാതെ അവിടെ വനംവകുപ്പ് ജീവനക്കാരുമായി നാട്ടുകാരുടെ പ്രതിഷേധം നടക്കുന്നു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. എന്താണ് വിശദാംശങ്ങൾ റഹീസ്? ഇന്ന് രാത്രി 9 മണിക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു ദാരുണ അപകടം ഉണ്ടാകുന്നത്. ആനയ്ക്ക് മുന്നിൽ പെടുകയായിരുന്നു ഈ നീലഗിരി ഗൂഡല്ലൂർ സ്വദേശിയായിട്ടുള്ള ആറു. ഇയാൾ മലയാളിയാണ്, ദേവർശാലയിലാണ് താമസിക്കുന്നത്. ഇയാൾ കൂലിപ്പണി കഴിഞ്ഞു വരുമ്പോൾ ആനയ്ക്ക് മുന്നിൽ പെടുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന പ്രാഥമികമായിട്ടുള്ള വിവരം. അങ്ങനെ ഇയാൾ ആനയ്ക്ക് മുന്നിൽ പെട്ടു. ആന ഇദ്ദേഹത്തിനെ എടുത്തെറിഞ്ഞു. അങ്ങനെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഇയാൾ മരിച്ചു എന്നുള്ള വിവരമാണ് നാട്ടുകാർ നൽകുന്നത്. അങ്ങനെ അതിനുശേഷം നാട്ടുകാരൊക്കെ ഇവിടെ ഓടിക്കൂടി വനംവകുപ്പ് അധികൃതരെ കാര്യങ്ങൾ അറിയിച്ചു. അങ്ങനെ ഈ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി. പക്ഷെ മൃതദേഹം മാറ്റാനായി ഈ നാട്ടുകാർ തന്നെ അനുവദിക്കുന്നില്ല. കാരണം കഴിഞ്ഞ കുറെ നാളുകളായി ഇവിടെ വന്യജീവി പ്രശ്നം രൂക്ഷമാണ്. കാട്ടാനയും കാട്ടുപന്നിയും നിരന്തരമായി വീടുകളിൽ ഉൾപ്പെടെ ഈ നീലഗിരിയിൽ കയറുന്നതിന്റെ ദൃശ്യങ്ങളടക്കം നമ്മൾ കഴിഞ്ഞ കുറെ നാളുകളായി നൽകുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ വന്യജീവി പ്രശ്നം രൂക്ഷമായി നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഒരാൾക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയും സ്ഥലത്ത് പുലിയെ ഉൾപ്പെടെ കണ്ടതായി നാട്ടുകാർ പറയുന്നുണ്ട്. അങ്ങനെ അതിനിടയിലാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത്. അങ്ങനെ വനം വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെയും ഇപ്പോൾ സ്ഥലത്തെത്തി നാട്ടുകാരുമായി ഒരു അനുരഞ്ജന ചർച്ച നടത്തുന്നുണ്ട്. പക്ഷേ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ളവ സ്ഥാപിക്കാതെ, അതിനുള്ള കൃത്യമായ ഉറപ്പ് ലഭിക്കാതെ മൃതദേഹം മാറ്റാൻ അനുവദിക്കില്ല എന്നാണ് നാട്ടുകാരും ബന്ധുക്കളും പറയുന്നത്. കഴിഞ്ഞ ആഴ്ച ഇതേപോലെ മറ്റൊരാളും ആനയുടെ മുന്നിൽ പെട്ടിരുന്നു എന്നുള്ള വിവരം കൂടി ഇവരിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അങ്ങനെ സ്ഥലത്ത് ഏതാണ്ട് രൂക്ഷമായ വാക്കേറ്റം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. നിലവിൽ ഈ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റാൻ വനംവകുപ്പ് അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. രാത്രി 9 മണിക്ക് ശേഷമാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നതും. രാത്രി ഈ പ്രദേശത്ത് സ്ഥിരമായി കാട്ടാന ഇറങ്ങാറുള്ളതാണ്. വൈകുന്നേരങ്ങളിലുമൊക്കെയായി പല കുട്ടികളുടെയും മുന്നിലൊക്കെ ആനകൾ വന്നതായിട്ടുള്ള വിവരങ്ങളും കഴിഞ്ഞ ആഴ്ച പുറത്തു വന്നിരുന്നു. അങ്ങനെ അതിന് പിന്നാലെ ഒരു അപകടമുണ്ടായി. അതൊരു മരണത്തിലേക്ക് എത്തിച്ചതോടുകൂടി നാട്ടുകാർ അവരുടെ പ്രതിഷേധം വലിയ തോതിൽ രേഖപ്പെടുത്തുകയാണ്. എന്തായാലും സ്ഥലത്ത് ഇപ്പോഴും വാക്കേറ്റം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ടി.കെ. റഹീസ്, ഇതിങ്ങനെ നിരന്തരമായി വന്യമൃഗശല്യമുള്ള മേഖലയാണെന്ന് പറയുന്നു. അത് ഈ കാട്ടാനയുടെ ഭാഗത്തുനിന്ന് മാത്രമല്ല, പുലിയുടെ ഭാഗത്തുനിന്നും ഒക്കെയുള്ള ഭീഷണി ആ മേഖലയിലുണ്ട് എന്ന് പറയുന്നു. ഇത് വനംവകുപ്പ് എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ ഇവരുടെ ആശങ്ക അകറ്റുന്നതിൻ്റെ ഭാഗമായി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നോ? ഇപ്പോൾ ഈ നാട്ടുകാർ പ്രധാനമായും മൃതദേഹം മാറ്റാൻ അനുവദിക്കാതെ നടത്തുന്ന പ്രതിഷേധത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം എന്താണ് റഹീസ്? ഫെൻസിംഗ് നിർമ്മിക്കണം. ഒപ്പം തന്നെ മതിയായ സുരക്ഷ തങ്ങൾക്ക് ഒരുക്കണം. ഈ കാട്ടാനയും കാട്ടുപന്നിയും ഒപ്പം തന്നെ പുലിയും അടക്കം ഈ പ്രദേശത്തേക്ക് ഇറങ്ങുന്നതിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഒരു തടയിടണം. അതിന് തടയിടണം. ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ വന്യജീവികളൊക്കെയും നാട്ടിലേക്ക്, ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നതിന് ഒരു തടയിടണം എന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. ആ ആവശ്യത്തിന് ദീർഘനാളുടെ ആയുസ്സുമുണ്ട്. കാരണം കുറെ നാളുകളായി ഇവർ ഇത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വെച്ച് പലതവണ ഇത്തരത്തിൽ പുലികളെയും ഒപ്പം തന്നെ കാട്ടുപന്നി വീട്ടിൽ വരുന്ന സമയത്തുമൊക്കെ ഇവർ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. അപ്പോഴൊക്കെ പലതവണ നമ്മൾ വാർത്തയാക്കിയപ്പോഴും ഒക്കെ ആളുകളുടെ ബൈറ്റുകൾ അടക്കമാണ് നൽകിയിരുന്നത്. അപ്പോൾ അവർക്കൊരു നിത്യപ്രശ്നമാണ്, സ്ഥിര പ്രശ്നമാണ്. അവർ വീട് തുറക്കുമ്പോൾ പലപ്പോഴും കാണുന്നത് ഇത്തരത്തിലുള്ള വന്യജീവികളെയാണ്. വ്യാപകമായിട്ടുള്ള കൃഷിനാശമുണ്ട്. രാത്രി ആളുകൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരത്തിലുണ്ടാകുന്ന ഒരു പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്താതെ മൃതദേഹം വിട്ടു നൽകില്ല, കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നാണ് ഇപ്പോൾ എന്തായാലും. ദേവർശാലയിൽ താമസിക്കുന്ന 65-കാരിയായ ആറുവിനാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. നീലഗിരി ഗൂഡല്ലൂരിലാണ് കാട്ടാനാക്രമണത്തിൽ മലയാളിക്ക് ദാരുണാന്ത്യമുണ്ടായിരിക്കുന്നത്.